നമസ്കാരം. നമ്മുടെ കൂടെയുള്ളത് യൂണിവേഴ്സൽ പവർ ട്രെയിനർ ബെന്നി സാറാണ്. നമുക്കൊരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സർ. സർ, നമ്മൾ പലയിടത്തും കേൾക്കുന്ന ഇപ്പോൾ ഒരു മതഗ്രന്ഥങ്ങൾ എടുത്തായാലും അല്ലെങ്കിൽ ആളുകളോട് മിക്കവരോടും പറഞ്ഞാൽ നമ്മൾ നന്ദിയുള്ളവരായിരിക്കണം എന്ന് പറയാറുണ്ട്. എന്താണ് അതിൻ്റെ ഉദ്ദേശം? സാറിൻ്റെ അഭിപ്രായത്തിൽ എന്താണ്? നന്ദിയുള്ളവരായിരിക്കണമെന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇപ്പം സിമ്പിളിന് ഒരു 4 സുഹൃത്തുക്കളുണ്ടെന്ന് വിചാരിക്കും. അതിൽ 2 സുഹൃത്തുക്കൾ നമുക്ക് എടുക്കാം. ഒരു എക്സ് അല്ലെങ്കിൽ ഒരു എ അല്ലെങ്കിൽ ബി. അതിൽ എ എന്ന് പറയുന്ന ആൾ വന്നിട്ട് സിമ്പിളിൻ്റെ അടുത്ത് കുറേ കഷ്ടപ്പാടുകളും പ്രശ്നങ്ങളൊക്കെ പറയുന്നു. എന്നിട്ട് സിമ്പിളിൻ്റെ അടുത്ത് കുറച്ച് സഹായം ചോദിക്കുന്നു. അപ്പോൾ സിമ്പിൾ കുറച്ച് പൈസ കൊടുക്കും. ബി എന്ന് പറയുന്ന ആൾ ഇതുപോലെ തന്നെ സെയിം ഇതുപോലെ തന്നെ കഷ്ടപ്പാടുകൾ പറയുന്നു, പൈസ ചോദിക്കും. സിമ്പിൾ ബിക്കും പൈസ കൊടുക്കും. പക്ഷേ എ എന്ന് പറഞ്ഞ ആൾ പൈസ മേടിച്ച് പോയതല്ലാണ്ട് പിന്നെ ഈ വഴിക്ക് വന്നിട്ടില്ല. എവിടെ മേടിച്ച് സിമ്പിളെ കണ്ടു കഴിഞ്ഞാൽ വലിയ മൈൻഡൊന്നും ചെയ്യില്ല, എസ്കേപ്പാണ് ചെയ്യുക. പക്ഷേ ബി എന്ന് പറയുന്ന ആൾ അങ്ങനെയല്ല. ആ പൈസ കൊടുത്ത ഒറ്റ കാരണം കൊണ്ട് പിന്നെ സിമ്പിളിനൊക്കെ ഭയങ്കര കാര്യവും, ഇടക്ക് വിളിക്കുന്നു, സിമ്പിളിലോട്ട് ഇടക്ക് വരുന്നു, കുറേ ചക്ക കൊണ്ടിരുന്നു, മാങ്ങ കൊണ്ടിരുന്നു, ഭയങ്കര സ്നേഹമാണ്. അത് നന്ദിയുള്ള ആളാണ്. ആദ്യം പൈസ കൊടുത്തിട്ട് പിന്നെ അതിനെപ്പറ്റി ഒരു വിവരമില്ലൊന്നും പറയൂല, എസ്കേപ്പാണ് ആൾ. പിന്നെ അയാൾ എന്തെങ്കിലും ഒരു എന്ന് പറയുന്ന ആൾ പിന്നെ വരുന്നത് എപ്പോഴാണ്? അയാൾക്കൊരു ആവശ്യമില്ല, അതെ അന്ന് മേടിച്ച പൈസ ഞാൻ തരാട്ടെ, എനിക്ക് കുറച്ച് പ്രശ്നമാണ്, അപ്പം അതിന് ഹെൽപ്പ് ചെയ്യണം. ഇങ്ങനെ ചെയ്യുന്ന ഒരാളെ നമ്മൾ എന്ത് പറയുക? അതെ അവൻ എന്ത് കൊടുത്താലും ഒരു നന്ദിയില്ലാതാണ്, അതിനൊന്നും കൊടുക്കണമെന്ന് പറയും. ഇപ്പം നമ്മൾ എന്തെങ്കിലും ഒരു വസ്തുക്കൾ കൊടുത്താൽ പോലും അങ്ങനെയാണ്. നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ഒരു സാധനം ഉപകാരം എന്നുള്ളതിന് നമ്മളിപ്പോൾ പുതിയൊരു ഫ്രിഡ്ജ് മേടിച്ചു, അപ്പോൾ പഴയ ഫ്രിഡ്ജ് അയാൾക്ക് വെറുതെ കൊടുക്കണേ. പക്ഷെ അയാൾ പിന്നെ ആ കാര്യം കാണാനുള്ള മൈൻഡ് മാത്രമേ ഉള്ളൂ, പിന്നീട് വരില്ല, ഡീലിംഗ് ഒന്നും ഇല്ല. ഈ ബി എന്ന് പറയുന്ന ആൾക്ക് നമ്മൾ ഇതുപോലെ ഒരു വീട്ടിലുള്ള ഒരു ഉപകരണം കൊടുത്തു, ആ കൊടുത്തതിന് സ്നേഹപ്രകടനമായിട്ട് അയാൾ എപ്പോഴും മനസ്സിലാക്കി. ആ സ്നേഹപ്രകടനത്തിന് പേരാണ് നന്ദി. നന്ദി ഉള്ളതുകൊണ്ട് അയാൾ വീണ്ടും വീണ്ടും നമ്മളായിട്ട് കണക്ട് ചെയ്യുക, നന്ദി പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു ജീവിതത്തിലൂടെ. അപ്പോൾ ഈ നന്ദിയുള്ളവൻ എന്ത് ചെയ്യും? ആ നന്ദിയുള്ള ഒരാളെ നമ്മളെ ഒരിക്കലും കാണുകയാണ് ഭയങ്കര മുഖം പാടി കാണുക. നമ്മൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്തു? അപ്പോൾ എനിക്ക് കുഴപ്പമില്ല പറയുന്നത് എന്താ, പിന്നെ എനിക്ക് കുഴപ്പമില്ല, അതുപോലെ പൈസക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവും, നമ്മൾ ഓട്ടോമാറ്റിക്കലി ചോദിച്ചു. കാരണം അയാൾക്ക് നന്ദി, അയാളുടെ നന്ദിയുടെ വൈബ് നമുക്ക് കിട്ടണേ. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പ്രതികരിക്കുന്നത്. അവസാനം മറ്റാൾ വരുമ്പോൾ നമ്മുടെ ഈ പൈസ ഉണ്ടെങ്കിൽ നമ്മൾ പറയും, അത് ഞാൻ ഭയങ്കരമായിട്ട് ഒരു രക്ഷയില്ല. അപ്പോൾ അത് കഴിഞ്ഞ് പോയി കഴിയുമ്പോൾ അവനൊക്കെ എന്ത് ചെയ്തിട്ട് എന്തായാലും ഒരു നന്ദിയില്ലാത്തതാണ്, കാര്യം കാണാനുള്ള മൈൻഡുകൾ ഇല്ല, അങ്ങനെ പറയും. അതെ, നമ്മുടെ മനസ്സിൽ നിന്ന് തന്നെ അത് വരും. അപ്പൊ യൂണിവേഴ്സ് എന്ന് പറയുന്നതിന്റെ ഭാഗമായ മനുഷ്യരോട് എങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും നന്ദിയില്ലാത്തത് റിഫ്ലക്ട് ചെയ്യും. അപ്പോൾ പ്രപഞ്ചം എന്ന് പറയുന്ന പ്രപഞ്ചത്തിനോട് നമുക്കൊരു നന്ദി ഉണ്ടാകണം. ആ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിയാണ് നമ്മളല്ല, പ്രപഞ്ചത്തിന്റെ ഭാഗമാണ് നമ്മളല്ല. അപ്പം നമ്മൾക്ക് പേഴ്സണലി നമ്മളോട് നന്ദി ഉണ്ടാകണം, മൈൻഡ് ഉണ്ടാകണം. നമ്മൾ മറ്റുള്ളവരോട് നന്ദിയുള്ളതാണ് മൈൻഡ് ഉണ്ടാകണം, പ്രപഞ്ചത്തോട് നന്ദി ഉണ്ടാകണം, മൈൻഡ് ഉണ്ടാകണം. ഇതെല്ലാം നമുക്ക് വേണ്ടതാണ്. കാരണം ഇപ്പം നമ്മളോട് നന്ദിയില്ലാത്തവർ എന്താ പറയണം? അയ്യോ എനിക്ക് നല്ലൊരു ഷൂ ഇല്ല, എനിക്ക് നല്ലൊരു ഡ്രസ്സില്ല എന്ന് പറയുമ്പോൾ ഷൂ പോലും ഇടാൻ പറ്റാത്ത, കാലിന് സൗകര്യക്കുറവുള്ള നിരവധി ആൾക്കാരുണ്ട്, ഇല്ലേ? ചില പിള്ളേർ പറയും എനിക്ക് നല്ല ഷൂ ഇല്ല, എനിക്ക് നല്ല ചെരുപ്പില്ല എന്ന് പറയുമ്പോൾ നിലവിലുള്ള കാര്യങ്ങൾക്ക് അവനൊരു നന്ദിയില്ല, എന്നിട്ട് അതിനപ്പുറത്തേക്ക് വേണം. അതായത് നമ്മൾക്കിപ്പോ കിട്ടുന്ന ആ എന്ത് ഒരു നല്ല പ്രവൃത്തിയും നമ്മൾ ദൈവത്തോട് പോലും നന്ദിയുള്ളവരായിരിക്കണം. അതെ, ദൈവത്തോട് നന്ദി ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. ഇപ്പൊ യൂണിവേഴ്സ് എന്ന് പറയുന്നത് ദൈവം തന്നെ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ പല ജാതി മതത്തിലുള്ള ആൾക്കാർക്ക് അവരുടേതായ രീതിക്ക് ദൈവത്തിനോട് നന്ദി പറയാം, അവരുടെ വിശ്വാസത്തിന് നന്ദി പറയാം. പക്ഷെ ടോട്ടലി നമുക്ക് ഈ പ്രപഞ്ചം അല്ലെങ്കിൽ ദൈവത്തിനോട് നന്ദി ഉണ്ടാകണം. അതുപോലെ മൈൻഡിലും, അതായത് അതുപോലെ നമ്മളോട് നന്ദി ഉണ്ടാകണം, മറ്റുള്ളവരോട് നന്ദി ഉണ്ടായിരിക്കണം. നമ്മളോട് നന്ദിയില്ലായ്മ എങ്ങനെയാണ്? നമ്മളതിന്റെ പഴിക്കൽ. നമുക്കിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്, അതിന് നമുക്ക് യാതൊരു നന്ദിയില്ല. എന്നിട്ട് നമുക്ക് അനുഭവിക്കാത്ത കിട്ടാത്ത കുറേ കാര്യങ്ങളുണ്ടല്ലോ, അത് വെച്ചിട്ട് നമ്മയൊക്കെ എത്ര കാലം എന്നറിയാം ഇങ്ങനെയാണ്. മറ്റവനൊക്കെ കണ്ടു അപ്പുറത്ത് വീട് വെച്ച്, അവൻ കാറ് മേടിച്ച്, അവരൊക്കെ നല്ല, നമ്മൾ എന്തോരം ചെയ്തിട്ട് നമുക്കതിലില്ലാത്തെന്നറിയാമോ? നമ്മ ഇപ്പം വരെ അനുഭവിക്കണതിന് നമുക്ക് നന്ദിയില്ല, നമ്മൾ അതിനെക്കുറിച്ച് ബോധറയില്ല. എന്നിട്ട് നമുക്ക് അതിന് അപ്പുറത്തേക്ക് വേണമെന്ന് പറഞ്ഞു. ഞാൻ പറയണത് നന്ദി ഇല്ലാത്തവന് ഇല്ലാത്തത് കിട്ടില്ലെന്ന് പറയും. എൻ്റെ ഒരു ഭാഷയൊക്കെ നന്ദി ഇല്ലാത്തവന് ഇല്ലാത്തത് കിട്ടൂല. നന്ദി ഇല്ലാത്തവന് നമുക്കിപ്പോൾ ഇല്ലാത്ത സാധനങ്ങൾ നമുക്ക് വേണ്ടത്, അത് കിട്ടൂല. അത് ഉള്ളതിന് നന്ദി പറഞ്ഞില്ലെങ്കിൽ ഇല്ലാത്ത കിട്ടൂല, ഉള്ളതിന് നന്ദി പറഞ്ഞില്ലെങ്കിൽ ഇല്ലാത്ത കിട്ടൂല. നമ്മൾക്ക് ഈ കിട്ടിയിരിക്കുന്ന ഒരു ജീവിതം പോലും അല്ലെ, നമുക്ക് ഓരോ നമ്മളുടെ ഇപ്പൊ മാതാപിതാക്കള് അവര് വിചാരിച്ചുകൊണ്ടാണല്ലോ നമ്മെ ഭൂമിയിലേക്ക് വന്നത്. അപ്പൊ നമ്മള് അവരോടുള്ള നന്ദി കാണിക്കേണ്ടത് അവരുടെ ആ ഒരു വാർദ്ധക്യ സമയത്താണ്. പക്ഷെ ഇപ്പൊ നമ്മള് പല ആളുകളും അല്ലെ, മക്കള് അവരുടെ മാതാപിതാക്കളെ നന്ദിയോട് കാണിക്കുന്ന ആ ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. അതിനെ കുറിച്ച് താങ്കൾക്ക് സാറിന് എന്താ പറയാനുള്ളത്? തീർച്ചയായിട്ടും നമ്മളെ ഒരു അപ്പൻ അമ്മ എന്ന് പറയുമ്പോ, അല്ലെങ്കിൽ അച്ഛനമ്മ എന്ന് പറയുമ്പോ അവരുടെ പ്ലസ് മാത്രം നോക്കുക എന്നുള്ള, നമ്മൾ ഈ ഭൂമിയിൽ ജനിക്കാൻ കാരണം അവരാ. ആ ഒരു പ്ലസ് മാത്രം നോക്കിയാലേ
നമുക്ക് അവരായിട്ട് ഡീൽ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം അല്ലാതെ കുറേ കുറവുകൾ നമ്മുടെ മാതാപിതാക്കൾക്ക് ഉണ്ടാവും. ആ കുറവുകൾ നോക്കാണ്ട് കുട്ടിക്കാലത്ത് നമ്മളൊരു തിരിച്ചറിവില്ലായിരുന്ന കാലഘട്ടത്തിൽ നമ്മളെ സപ്പോർട്ട് ചെയ്തും നമുക്ക് ഭക്ഷണം തന്നതും നമ്മളെ വളർത്തിയതും ആ ഒരു സ്വയം പര്യാപ്തിയിലാവണവർ നമുക്ക് ചെയ്ത കുറേ നന്മകൾ അവരുടേതുണ്ട്. നമ്മളെ പ്രസവിച്ചതൊക്കെ അല്ലെങ്കിൽ ജന്മം നൽകാനായിട്ട് കാരണമായ മാതാപിതാക്കൾ അവർ ആ നന്മ മാത്രം നോക്കിയിട്ട് അവരുടെ പല കുറവുകളും മറന്നിട്ട് അവരുടെ ഇതുപോലെ വയ്യാത്ത കാലഘട്ടമാണ്. അത് കൊച്ചുകുട്ടിയുടെ അവസ്ഥയിൽ അവരെത്തും. ഒരാളുടെ സഹായം ഇല്ലാണ്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ ആ സമയത്ത് ഉറപ്പായിട്ടും അവരെ തള്ളിക്കളയാണ്ട് അവർക്ക് വേണ്ട സപ്പോർട്ട് തന്നെ. അതാണ് ശരിക്കും അവിടെ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അത് ഒരു മാതാപിതാക്കളോടുള്ള ഗ്രാറ്റിറ്റ്യൂഡ്. ഇപ്പൊ നമ്മുടെ കുട്ടികളെ ചെറുപ്പത്തിലെ തന്നെ ഈ നന്ദിയെ കുറിച്ച് പറഞ്ഞ് അതിന്റെ ഒരു പ്രാധാന്യത്തെ മനസ്സിലാക്കി വളർത്തേണ്ട കാലഘട്ടമാണല്ലോ ഇത്. തീർച്ചയായിട്ടും. കാരണം ഇന്ന് കുട്ടികൾക്ക് മാതാപിതാക്കൾ എന്ത് ചെയ്താലും അതിന് വാല്യൂ ഇല്ല എന്നുള്ളതും എൻ്റെ അച്ഛനും അമ്മക്ക് എന്നോട് സ്നേഹമില്ലെന്നൊക്കെ തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ട്. സ്നേഹം തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ട്. അതെന്താന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ കൂടുതൽ പിള്ളേരോട് ഇടപഴകാൻ പറ്റാത്ത അവസ്ഥകളുണ്ടാവും. അതെന്തുകൊണ്ടുണ്ടാണെന്ന് പറഞ്ഞാൽ മാതാപിതാക്കൾ കുറെ കഷ്ടപ്പെട്ടായിരിക്കും അവരുടെ കാര്യങ്ങൾ നോക്കണം. അപ്പോൾ അവർക്ക് സമയം കിട്ടാത്ത കുറേ കാരണങ്ങളുണ്ട്. പിന്നെ ഇന്ന് സോഷ്യൽ മീഡിയ ഇറങ്ങിക്കൊണ്ട് അതിൻ്റെ കുറേ കുഴപ്പങ്ങളുണ്ട്. പക്ഷെ എന്ത് തന്നെയാണെങ്കിലും അവിടെ സ്നേഹം തെറ്റിദ്ധരിക്കപ്പെടുന്നതാണ്. അപ്പോൾ കുട്ടികൾ നമ്മളത് പറഞ്ഞ് മനസ്സിലാക്കുക. നമുക്കിപ്പോൾ മാതാപിതാക്കളോടാണെങ്കിൽ എല്ലാത്തിനും നന്ദിയുള്ളൊരു മനോഭാവമാണ്. കാരണം ഇപ്പോൾ ഞാൻ പറയട്ടെ, ഇപ്പം ഞാൻ ഇത്രയും ഇത് പറയണം എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ പല അനുഭവങ്ങളിലൂടെ കടന്നിട്ട് ആ അവസ്ഥയെന്നാണ്. കാരണം ഒരു കാലഘട്ടത്തിൽ വിശന്നിട്ട് ഞാൻ തെണ്ടിയെടുക്കണമുണ്ട്. ഇന്ന് ഞാൻ ഫുഡ് ഒരിക്കലും വേസ്റ്റ് ആക്കില്ല. അത്രയും എൻ്റെ ചുറ്റുവട്ടത്ത് ഒരു ഫുഡ് വേസ്റ്റ് ആകാൻ ഞാൻ സമ്മതിക്കില്ല. ഒരു ഹോട്ടലിൽ പോയാൽ പോലും ഞാൻ അവിടെ കഴിച്ചതിൻ്റെ ബാക്കിയാണെങ്കിലും ഞാൻ അതിൻ്റെ അകത്ത് ഇപ്പോൾ ഒരു ചിക്കൻ കഴിക്കാൻ പോകണമെങ്കിൽ അതിൻ്റെ ഒരു പീസ് ബാക്കിയുണ്ടെങ്കിൽ പോലും അത് ഒരു പീസല്ലേ വേണ്ടെന്ന് നോക്കില്ല, ഒന്ന് ഞാൻ കഴിക്കാൻ പറയും. അല്ലെങ്കിൽ ഒരു പീസാണെങ്കിൽ ഞാൻ പാക്ക് ചെയ്യാൻ പറയും. ഞാൻ കളയില്ല, വേസ്റ്റ് കളയില്ല. കാരണം അത്ര ശ്രദ്ധിക്കണമെങ്കിൽ നമ്മൾ അത്രയും ബുദ്ധിമുട്ടി പോകാറുള്ളതുകൊണ്ടാണ്. അപ്പോൾ ഇന്നും ഞാനിപ്പോൾ എത്രയോ ലക്ഷം രൂപ പറ്റില്ല. ഇപ്പോൾ ഞാൻ വിദേശത്തൊക്കെ പോകുമ്പോൾ എനിക്ക് അവിടെ തന്നെ ഫെസിലിറ്റി, ഭയങ്കര ലക്ഷറി ഫെസിലിറ്റി, നല്ല സൗകര്യം. ഞാൻ നാട് വിട്ട് പോയപ്പോൾ ഞാൻ വളരെയധികം അവസ്ഥയിൽ തീരെ കടത്തിന്ന അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ പോയി ഉറങ്ങേണ്ടിയൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ ഇന്നുള്ള ഈ ഫെസിലിറ്റി കാണുമ്പോഴും ഞാൻ അതിൽ കണ്ണു മഞ്ഞളിക്കാറില്ല. കാരണം എനിക്ക് പഴയ ആ ചിന്തകൾ വെച്ചിട്ട് ഞാൻ ഇവിടെ നന്ദി പറയണ ഒരു ഹാബിറ്റ് എനിക്കുണ്ട്. ഇപ്പോൾ ലൈഫിൽ എപ്പോഴും ഒരു നന്ദി പറയണ ഒരു മനോഭാവമുണ്ട്. അത് എന്നോട് തന്നെ, യൂണിവേഴ്സിനോട്, ദൈവത്തിനോട്, മറ്റുള്ളവരോടല്ല. ആ ഒരു താങ്ക്സ് മൈൻഡിലാണ് ഞാൻ മറ്റുള്ളവരെ തന്നെ ഡീൽ ചെയ്യുന്നത്. ഇപ്പോൾ സിമ്പിളായിട്ട് ഇവിടെ ഇരിക്കുന്നു. സിമ്പിളായിട്ട് ഇരിക്കുമ്പോൾ സിമ്പിൾ കുറേ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ഞാൻ ഉത്തരം പറയുന്നത് ഞാനൊരു താങ്ക്സ്ഫുൾ മൈൻഡിലാണ് സിമ്പിളായിട്ട് തിരിക്കുന്നത്. കാരണം എന്നെ സംബന്ധിച്ച് നമ്മൾ ആർജിച്ച കഴിവിലും നമ്മളുടെ ലെവലും അല്ലെങ്കിൽ സാമ്പത്തികമൊക്കെ നോക്കിയിട്ടുള്ള ഒരു ലൈഫ് ഞാൻ ചിന്തിക്കാറില്ല. അങ്ങനെ എല്ലാ മനുഷ്യരിലും തുല്യമായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം ചില ആൾക്കാർ ജീവിതത്തിൽ കുറേ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത് അതിലാവുമ്പോൾ അവർക്ക് ജീവിതത്തിൽ വലിയ ചേഞ്ചസ് വരുന്നു. എന്ന് കരുതി ചേഞ്ച് ഇല്ലാത്തവൻ കൊള്ളാത്തവനായിട്ട് എനിക്ക് കാണാൻ പറ്റില്ല. കാരണം എല്ലാവരിലും നന്മകളുണ്ട്. അപ്പോൾ എല്ലാ മനുഷ്യരിലുള്ള നന്മനെ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഒരു മൈൻഡ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് കീപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് നമ്മുടെ ജീവിതത്തിൽ തന്നെയുള്ള നിരവധി നന്മകളുണ്ട്. ആ നന്മകളെ നമ്മൾ ഫോക്കസ് ചെയ്യാനുള്ള മൈൻഡ് ഉണ്ടെങ്കിലാണ് നമ്മളുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന ഈ നന്മ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയുമ്പോഴാണ് നമുക്ക് ഒരു കാര്യം മനസ്സിലാകണത്. നമ്മൾ അനുഭവിക്കുന്ന ഈ പലതും വേറെ കുറേ ആൾക്കാരുടെ സ്വപ്നങ്ങളാണ് ഇല്ലേ. നമുക്കിന്ന് മുടങ്ങാണ്ട് 4 നേരം ഭക്ഷണം കഴിക്കാൻ പറ്റണമെങ്കിൽ ഒരു നേരം ഭക്ഷണം കഴിക്കണമെന്ന് ചിന്തിക്കുന്നുണ്ടാണ്. ഞങ്ങൾക്ക് രാത്രിയും ഉച്ചക്കും കൂടിയൊക്കെ കിട്ടി, രാവിലെ മാത്രമേ ഭക്ഷണം കഴിക്കാൻ വഴിയുള്ളൂ, വേറെ ഇല്ല, പട്ടിണിയാണ്. അപ്പോൾ അവൻ ചിന്തിക്കണം ഞങ്ങൾക്ക് 4 നേരം ഒന്നും ഭക്ഷണം കിട്ടിയാൽ മതി എന്നുള്ളതാണ്. അത് അവരുടെ സ്വപ്നമാണ്. നമുക്ക് സിമ്പിളായിട്ട് 4 നേരം കഴിച്ചുകൊണ്ടിരിക്കണം. നമ്മൾ ഡ്രസ്സ് ധരിക്കണമെങ്കിൽ, നല്ല ഡ്രസ്സ് ധരിക്കണമെങ്കിൽ നിരവധി ആൾക്കാർ നല്ലൊരു ഡ്രസ്സ് എനിക്ക് കിട്ടിയിരുന്നെങ്കിലാണെന്ന് ചിന്തിക്കുന്നുണ്ട്. ഇപ്പം എന്നെ സംബന്ധിച്ച് ഒരു ഡ്രസ്സ് കീറിപ്പോവാണ്ട് അത് ചീത്താണ്ട് ഞാനത് ഉപേക്ഷിക്കില്ല. അല്ലെങ്കിൽ എനിക്ക് പാകമാണ്ട് വല്ല സൈസ് വ്യത്യാസമൊക്കെ വരും, ഞാൻ ക്ഷീണിച്ചു പോയി അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വരും, അല്ലെങ്കിൽ അത് അത്രയും ഡാമേജ് ആകാണ്ട് ഞാനത് ഡ്രസ്സ് ഉപേക്ഷിക്കില്ല. കാരണം ഞാൻ ഒരു ഡ്രസ്സ് പോലും ഇല്ലാണ്ട് പോയ കാലഘട്ടങ്ങളുണ്ട്. അതായത് ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പഴയ വല്ല പാൻറ് ഷർട്ട് ഉണ്ടെങ്കിൽ തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ പറയണത് എൻ്റെ ഗതികെട്ട അവസ്ഥ വന്നേരം. അപ്പോൾ ഞാൻ ചോദിച്ചിട്ടുണ്ട് അങ്ങനെ തരുമെന്ന് ചോദിക്കുമ്പോൾ അയാൾക്ക് സങ്കടം വന്നിട്ട് അയ്യോ എനിക്ക് അങ്ങനെ ഇല്ല. ഞാൻ എന്താ ഞാനിപ്പോൾ ഡെയിലി വരും, എനിക്ക് 2 പാൻറ് ഉള്ളേ, 2 ഷർട്ടുള്ളൂ, അപ്പോൾ മറ്റത് ഉണക്കാണ്ടെങ്കിൽ അതുകൊണ്ടാണ് വേറെ വസ്ത്രങ്ങൾ അങ്ങനെ ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ അയാൾക്ക് ഭയങ്കര ഫീലായി. എന്തായാലും പറഞ്ഞു ഇപ്പം തന്നെ വരാൻ പറഞ്ഞു. 2 തുണിക്കടയെ കൊണ്ടുപോയിട്ട് എനിക്ക് 2 ജോഡി ഷർട്ടും 2 പാൻറ്റും ഒക്കെ മേടിച്ചിരുന്നു. അത് കൂടാണ്ട് പഴയത് തന്നത് എനിക്ക് ഇതല്ല, പിന്നെ പഴയത് ചോദിച്ചതിൽ എനിക്ക് പുതിയത് തന്നെ എന്നുള്ളതാണ് ആഗ്രഹം. പക്ഷെ എനിക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ ഞാൻ നല്ലതുണ്ടെങ്കിൽ പഴയത് എനിക്കൊരു ബുദ്ധിമുട്ടില്ലെന്ന് പറയും. അങ്ങനെ ആ പഴയത് തീർച്ചയായിട്ടും അന്ന് അദ്ദേഹത്തിൻ്റെ ഇത് ഡ്രസ്സ് എനിക്ക് തന്നിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ആ അവസ്ഥയിലൂടെ കടന്നു പോയേക്കണോണ്ട് ഇന്ന് ഞാൻ ഡ്രസ്സ് ധരിക്കുമ്പോൾ പോലും എല്ലാ ദിവസവും എൻ്റെ മൈൻഡിലുണ്ട് ഈ ഡ്രസ്സ് എനിക്ക് കിട്ടിയതിനെ ഓർത്തിട്ട് ഞാൻ ഇന്ന് നല്ല ഡ്രസ്സുകൾ ധരിക്കുന്നതിനെ ഓർത്തിട്ട് ഞാൻ എനിക്ക് നന്ദി പറയുന്നു എന്ന് പറയാണ്ട്. അതുപോലെ ഭക്ഷണം കഴിക്കുമ്പോൾ എനിക്ക് നല്ലൊരു ഫുഡ് കിട്ടിയതിനെ ഓർത്തിട്ട് ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു പറയാണ്ട് എനിക്കത് ഇറങ്ങില്ല. അങ്ങനെ ശീലമായി കഴിഞ്ഞു. കാരണം ഞാൻ അങ്ങനത്തെ ഒരു ശീലത്തിലോട്ട് എത്താനായിട്ട് അത്രയും ദുരന്തങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്നു. അപ്പോൾ ഇന്ന് ഞാൻ പറയുന്നത്, എൻ്റെ ഈ വീഡിയോ കാണുന്ന എൻ്റെ പ്രേക്ഷകരോട് ഞാൻ പറയണത്, നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നിങ്ങളിപ്പോൾ അങ്ങായിരിക്കുന്ന നിങ്ങൾ അനുഭവിക്കുന്ന കുറേ നന്മകളുണ്ട്. എത്ര കടക്കണിയാന്ന് പറഞ്ഞാലും
നിങ്ങൾക്ക് ഭാര്യ ഉണ്ടാവും, ഭർത്താവ് ഉണ്ടാവും, അല്ലെങ്കിൽ ഫാമിലി ഉണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭക്ഷണത്തിന് മുട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ വേറെ പലതും. ഇപ്പോൾ ഭക്ഷണത്തിന് മുട്ടുണ്ടെന്ന് പറഞ്ഞാൽ വേറെ പല നന്മകളും ഉണ്ടാവും. ആ നന്മകൾക്കെല്ലാം നന്ദി പറയുന്ന ഒരു ഹാബിറ്റ് നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ആഗ്രഹങ്ങളെ പലതും നിങ്ങളിലേക്ക് കണക്ട് ചെയ്യും. അപ്പം നന്ദിയില്ലായ്മ ഒരു പ്രധാന ഘടകമാണ്. കാരണം നമ്മൾ കണ്ടിട്ടില്ലേ, ഈ നായ ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര നന്ദിയാണ്. കാരണം ഇല്ലേ, നമ്മൾ കൊണ്ടുപോയി അതിനെ കളഞ്ഞാൽ പോലും നമുക്ക് നമ്മളെ കണ്ണു കഴിഞ്ഞിട്ടപ്പോ നമ്മൾ തന്നെ പറയും, മക്കളിപ്പോ നമ്മളോട് എന്തെങ്കിലും ഒരു മിസ്ബിഹേവിയർ ആയിട്ട് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞ ഇതിനെയൊക്കെ വളർത്തുന്ന നമ്മൾ വല്ല പട്ടിനെ വളർത്താൻ നമ്മൾ ഓട്ടോമാറ്റിക്കലി അത് പറയുന്ന ഒരു കാര്യമാണ്. റിയൽ ആണ്. എന്താണെന്ന് പറയാം, റിയൽ എന്ന് പറഞ്ഞാൽ ഇന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടാണ്, എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. എനിക്ക് ഓൾറെഡി എൻ്റെ വീട്ടിൽ ഡോഗാണ്. അപ്പോൾ അതായത് സ്വന്തം ജീവൻ വരെ യജമാനു വേണ്ടി ത്യജിക്കണ ഒരു മൈൻഡുള്ള ഒരു മൃഗമാണ് നായ, രക്ഷിക്കാൻ വേണ്ടി. ഇപ്പം എൻ്റെ വീട്ടിൽ തന്നെ ഒരു ദിവസം ഭയങ്കരമായിട്ട് പട്ടി കുരച്ചുകൊണ്ടിരിക്കണേ രാത്രി. എണീറ്റ് നോക്കിയിട്ട് എന്താണെന്നൊരു മഴക്കാലത്തിൻ്റെ ഒരു കാലഘട്ടം, ലൈറ്റൊക്കെ ഇട്ട് നോക്കുന്ന ഒരു പിടുത്തവും കിട്ടുള്ള എന്താണ്. ഞാൻ വീണ്ടും പോയി കിടന്നു നോക്കുമ്പോൾ പിന്നെയും കുറക്കും, എന്താണെന്ന് രക്ഷയില്ല. അവസാനം നോക്കി കഴിഞ്ഞപ്പോൾ എന്താണ്, ഒരു വലിയ ആമ വന്ന് ഇടയിൽ കയറിയിരിക്കണം. വീടിൻ്റെ ഏതോ മഴയൊക്കെ പെയ്തിട്ട് വന്ന് കയറിയിരിക്കണം. നമ്മത് കണ്ടിട്ടില്ല. നമുക്ക് വലിയ ഈ ആമ വന്നേക്കണം. അപ്പൊ ആ ആമയുടെ സ്ഥാനത്ത് പാമ്പാണെങ്കിലും എന്താണെങ്കിലും അത് നമ്മളെ അറിയിക്കണം. അപ്പൊ അതാണ്. അപ്പൊ അതുപോലെ ഞാൻ പറഞ്ഞു വരുന്നത്, നന്ദി എന്ന് പറയണത് അതിൽ അതുപോലെ ആയിരിക്കണം. അതായത് നമുക്ക് ആ ഒരു നന്ദി ഉണ്ടാണ്. ഇപ്പൊ ഞാൻ പറയില്ല, വന്ന വഴി മറക്കലാണെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ് ഇല്ലായ്മ എന്ന് പറയുന്നത്. ഗ്രാറ്റിറ്റ്യൂഡ് ഇല്ലാണ്ടാണത് വന്ന വഴി മറക്കൽ. ഇപ്പൊ എന്റെ കഴിഞ്ഞകാല ജീവിതം നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് ഇല്ലാത്തൊരു വ്യക്തിയായിരുന്നു. കാരണം ഞാൻ പട്ടിണിയും ദാരിദ്ര്യത്തിലുള്ള ഒരു കുടുംബത്തിൽ ജനിച്ചു വളർന്നു. ഞാൻ ബിസിനസ്സുകൾ ചെയ്ത് അതൊക്കെ തുടർന്ന് എല്ലാം പൊന്നാനിയിൽ ഡെവലപ്മെന്റ് വന്നു. അപ്പം ഞാൻ വന്ന വഴി പറഞ്ഞു, ഞാനൊരു നന്ദിയില്ലാത്ത ലൈഫായി. നന്ദിയില്ലാത്ത ലൈഫായപ്പോൾ എനിക്കുള്ളതെല്ലാം പോയി, ഇഷ്ടപ്പെട്ടില്ല, ഒന്നുമില്ലാണ്ടായി. ആത്മഹത്യയുടെ വക്കിലേക്ക്, അവിടെ സീറോയി. അങ്ങനെ പിന്നെ ഞാൻ ഒന്നുമില്ലാത്ത അവസ്ഥയിലെത്തി. അപ്പൊ ബെന്നി ഈസ് നോ മോർ എന്ന് പറയുന്ന പോലെ ബെന്നി ഇപ്പൊ ജീവിച്ചിരിപ്പില്ല എന്ന് പറയേണ്ടി വരും എന്നെ പറ്റി ഒന്ന് അന്വേഷിച്ചാൽ. അല്ലെങ്കിൽ ഇപ്പൊ ജാതകമൊക്കെ നമ്മളെ പോലെ നോക്കി കഴിഞ്ഞാൽ ബെന്നി ഈസ് നോ മോർ എന്ന് പറയേണ്ടി വരും. അപ്പൊ ഞാൻ പോലും ഇന്ന് ജീവിക്കുമ്പോൾ എനിക്ക് അത്ഭുതമാണ്. കാരണം ഞാൻ തീർന്നതായിരുന്നു. ഞാൻ ലാസ്റ്റായിട്ട് ആത്മഹത്യക്ക് ശ്രമിക്കുന്നതിന് മുമ്പ് ഞാനൊരു കൊക്കയെ ചാടിച്ചാകാൻ തീരുമാനിക്കണം. അന്ന് ഞാൻ ഒരു മൂന്നാർ ഒരു റിസോർട്ടിൽ സെക്യൂരിറ്റി ആയിട്ട് വർക്ക് ചെയ്യണം. അപ്പോൾ ഞാൻ മടുത്തോണ്ടിരിക്കണം. അത് വീട്ടിൽ നിന്ന് നാട് വിട്ട് പോയിരുന്നു. നാട് വിട്ട് പോയിട്ട് ആർക്കും അറിയില്ല. അവിടെ ഒരു മാസം അവിടെ വർക്ക് ചെയ്യണം. അപ്പോൾ ഞാൻ ആരും വരാത്തൊരു കൊക്ക കണ്ടുപിടിക്കണം. ആ റിസോർട്ടിൻ്റെ ഒക്കെ പുറകിൽ കുറച്ച് നടന്നു പോകുമ്പോൾ അവിടെ ആൾക്കാർ വരാത്ത പ്രദേശമാണ്. അപ്പോൾ ഞാൻ വിചാരിക്കണം അന്ന് ഇവിടെ ചാടിച്ചാ. അപ്പോൾ അങ്ങനെ അതിനോടൊരു മൂഡ് കൂടി വരുമല്ല. അപ്പോൾ ഒരു 6 മണിക്ക് ശേഷം ഡ്യൂട്ടി ചെയ്യും. അപ്പോൾ ഇന്ന് ചാകാന്നിരിക്കുമ്പോൾ പേടി വരെയാണ്. അങ്ങനെ ഒരു ദിവസം തീരുമാനിച്ച് ഉറപ്പിക്കുകയാണ്. ആ ഉറപ്പിക്കുന്ന ദിവസം അങ്ങോട്ട് പോകണതിന് മുമ്പ് ഞാൻ റൂമിൽ വന്നു ഭയങ്കരമായിട്ട് കരയണാണ്. കാരണം ഇന്ന് തീർന്നല്ല എൻ്റെ ലൈഫ്, ഞാൻ അവസാനിപ്പിക്കാൻ വേണം. അങ്ങനെ കരയണാണ്. അങ്ങനെ കരഞ്ഞതിന് ശേഷം ഞാൻ അവിടെ പോണേ. അവിടെ പോകുമ്പോൾ അന്ന് മൊബൈൽ ഫോൺ സാധാരണ ഒരു ഫോണുണ്ട്, സാധാരണ ഫോണാണ് ഇറങ്ങിയത്. അത് സ്മാർട്ട് ഫോണൊന്നുമില്ല. അങ്ങനെ ആലോചിക്കണം എന്തായാലും ഓക്കെ. എന്നിട്ട് അങ്ങനെ മൈൻഡ് ഇങ്ങനെ ഇതായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഫോണിൻ്റെ കവർ അടിക്കുന്നു. എന്നിട്ട് അതിൻ്റെ ബാറ്ററി അങ്ങനെ എടുത്ത് ഊരുന്നു, സിം കാർഡ് ഇങ്ങനെ ഊരുന്നു. അത് കഴിഞ്ഞിട്ട് ഈ ഫോൺ എടുത്തിട്ട് അങ്ങോട്ട് എറിയുന്നു. അപ്പോഴത്തേക്കും ഉണ്ടല്ലോ, എറിയുന്ന പറഞ്ഞാൽ വലിച്ചൊന്നും കൊക്കയിലോട്ട് എറിഞ്ഞിട്ട് സൈഡിലോട്ടൊക്കെ ഇട്ട്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ബൈക്കിന് 2 പിള്ളേർ ഡബിൾസ് അടിച്ചിട്ട് ഇങ്ങനെ വന്നില്ല ആ ഏരിയയിൽ. കാരണം അവിടെ ഒരു വഴിച്ചാലുണ്ട്, പക്ഷെ അത് പബ്ലിക് റോഡല്ല. അവരെ ഏതോ വഴി കൂടി ചുറ്റി തിരിഞ്ഞു വന്നേക്കണം. അതിൽ എടാ ഇവിടെ ഭയങ്കര സൂപ്പർ സ്ഥലം എന്നൊക്കെ പറഞ്ഞ് ഇവന്മാര് ഫോണിലാണ്. ഇവന്മാരെ കണ്ടുകൂടി എന്റെ മൈൻഡ് നോർമലായി. ആത്മഹത്യയുടെ നല്ല ത്വരയിൽ ഇങ്ങനെ വന്നിരുന്നു. അപ്പോഴത്തേക്കും നോർമലായി, മൂട് പോയി. അപ്പൊ ഞാനപ്പോ എന്താന്ന് പറഞ്ഞാൽ ചേടാ ഇവന്മാര് പോവും അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവന്മാര് പോണേ കഷ്ടമില്ല. അപ്പൊ അങ്ങനെ ഇതായി, ഫോണും പോയി. അവസാനം ഞാൻ അവിടെ കണ്ട് അരിച്ചു പിറകി കുറെ സമയം എടുത്ത് തപ്പിപ്പിടിച്ച് കാട്ടിൽ നിന്നൊക്കെ എടുത്ത് ഫോണിന്റെ പാർട്സൊക്കെ കിട്ടി സെറ്റാക്കി തിരിച്ചു പോന്നു. അവിടെ ആ ശ്രമം പരാജയപ്പെട്ടാണ്. അപ്പൊ ഞാൻ സത്യത്തിൽ ഞാൻ നോക്കുമ്പോൾ ഇന്ന് ഞാൻ ജീവിക്കേണ്ട ആളല്ല. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ എനിക്ക് ലൈഫിൽ ഒരു പരാതിയും പരിഭവങ്ങളും എന്റെ ലൈഫിലില്ല. അല്ല, ആ ലൈഫ് അവസാനിക്കാൻ തീരുമാനിച്ചിരിക്കുന്ന അവസ്ഥയിലേക്കാണ് അപരിചിതരായ 2 പേര് കടന്നു വന്ന്. അവരോട് നന്ദി. അത് തന്നെ പറഞ്ഞു. അപ്പൊ ഇന്ന് ഞാൻ ഓർക്കുമ്പോ അതാണ്. ഇന്ന് ഞാൻ ഓർക്കുമ്പോൾ എനിക്ക് അവരോട് നന്ദിയുണ്ട്. എനിക്ക് കടബാധ വന്നപ്പോൾ 1 ലക്ഷം രൂപ കടം ചോദിച്ചൊരു കസിൻ ഉണ്ട്. എൻ്റെ ഒരു കസിനാ, കോടീശ്വരനാണ്, ദുബായിൽ ബിസിനസ് ഒക്കെ ചെയ്യണം. അപ്പൊ ഞാൻ അങ്ങേരോട് 1 ലക്ഷം രൂപ കടം ചോദിച്ചപ്പോൾ പുള്ളി അന്നേരം തന്നില്ലെന്ന് പറഞ്ഞാൽ പുള്ളി എന്നെ ഒഴിവാക്കി. പക്ഷെ ഇന്ന് ഞാൻ പറയും എനിക്ക് അങ്ങേരോട് എനിക്ക് ഭയങ്കര നന്ദിയുണ്ട്. എന്താണെന്നറിയാം, അന്നേരം അദ്ദേഹം എനിക്ക് പൈസ കടം തന്നിരുന്നു വെച്ചെങ്കിൽ എനിക്ക് ആ പൈസ ഒന്നും ആകില്ല എൻ്റെ കടം വീട്ടാൻ. പക്ഷെ കുറച്ചും കൂടി ചിലപ്പോൾ നീണ്ടുപോകും. പക്ഷെ ഇന്ന് ഞാനൊരു ടെൻഷൻ അടിച്ച് ജീവിക്കുന്ന ഒരു ബിസിനസ്സുകാരനാവുള്ളൂ. കുറച്ച് കടമൊക്കെ വീണ്ടും എഴുത്തപ്പൊങ്ങാത്ത ഭാരമായിട്ട് ഇങ്ങനെ ടെൻഷൻ അടിച്ച് ജീവിക്കുന്ന ഒരു കടബാധ്യതയുള്ള ആൾ. എൻ്റെ അഹങ്കാരവും മാറില്ല, ഒരു പ്രശ്നം മാറാണ്ട് ജീവിതത്തിൽ ഒന്നും പ്രശ്നം ഇടുന്നതാണ്. പക്ഷെ എല്ലാവരും കൈവിട്ടതുകൊണ്ടാണ്. എല്ലാവരും കൈവിട്ട് അങ്ങനെ എല്ലാം അവസാനിച്ച് ജീവിതത്തിലോട്ട് തിരിച്ചു വരുമ്പോൾ എനിക്ക് പിന്നെ പരാതികളില്ല, പ്രശ്നങ്ങളില്ല. അതായത് ഒന്നും പറയാനില്ല. കാരണം എനിക്ക് അതെ അല്ല വേറൊന്നും. എന്റെ ജീവിതം തിരിച്ചു കിട്ടിയില്ലേ? എനിക്ക് ജീവൻ പോയതാ, എന്റെ ജീവിതം അവസാനിപ്പിക്കാൻ പോയതാ. അപ്പൊ ജീവിതം തന്നെ തിരിച്ചു കിട്ടി. ഈ ഗ്രാറ്റിറ്റ്യൂഡിന്റെ പവർ മനസ്സിലാക്കി, ഈ നന്ദിയുടെ പവർ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ചു
എനിക്ക് ഈ ജീവിതം തിരിച്ചു കിട്ടി. അതാണ് ഏറ്റവും വലിയ മിറാക്കിൾ. ഞാൻ എന്നും അതിനോട് നന്ദിയാണ്. ഇനിയിപ്പോൾ ആൾക്കാർ എന്നെ തെറി പറയണതാ, ആൾക്കാർക്ക് പൈസ കൊടുക്കാൻ ചൂടാണെന്നൊന്നും എനിക്ക് വിഷയമല്ല. ഞാൻ ഇങ്ങനെ വരെ പറയുന്നുണ്ട്, ഇപ്പം ഇയാൾ എന്നെ തെറി പറയണതിന് ഓർത്ത് ദൈവമേ ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈ ഒരു അവസ്ഥയിലൂടെ ഞാൻ കടന്നു പോണതിന് ഓർത്തിട്ട് ഞാൻ നന്ദി പറയുന്നു. അങ്ങനെ എല്ലാ നെഗറ്റീവായിട്ട് പെരുമാറുന്ന ആൾക്കാർക്കും പോസിറ്റീവായിട്ട് പെരുമാറുന്ന ആൾക്കാരും എനിക്കായിരിക്കുന്ന അവസരത്തിൽ ഞാൻ ഒറ്റമുറി താമസിക്കുമ്പോഴത്തേക്കും ആ ഒറ്റമുറി ആയിരിക്കുമ്പോൾ എനിക്ക് ചില ദിവസം കഞ്ഞി ചമ്മന്തികളിൽ, ചില ദിവസം ഒന്നുമില്ല, ചില വേറെ കഞ്ഞി ആയിരിക്കും. അപ്പം ഞാൻ ഈ ഒരു ഭക്ഷണമെങ്കിലും എനിക്ക് ഉണ്ടല്ലോ എന്നോർത്ത് ഞാൻ നന്ദി പറയും. പക്ഷേ ആ ഒരു മുറിയിൽ നിന്നൊന്നും ഒരു സൗകര്യമില്ല. കയറി വരുമ്പോൾ ഒരു മുറി, അതിനോട് ചേർന്നൊരു ബാത്റൂം മാത്രമേ ഉള്ളൂ. അവിടെ പരിക്കാണ് മൊത്തം, സൈഡൊന്നും തേച്ചിട്ടില്ല. ഒരു അലമാരിയുണ്ട്, ഒരു കട്ടിലുണ്ട്, ഒരു ചെറിയൊരു കുഞ്ഞി TV സ്റ്റാൻഡുണ്ട്, അതിലൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് TV ഉണ്ട്. ഇതാണ് ആ വീട്ടിലുള്ളത്. ആ അവസ്ഥയിൽ ഞാൻ ചിന്തിക്കണം ഇങ്ങനെയാണ്. ഞാൻ അവിടെ ടാറ്റ കമ്പനിയുടെ അടുത്ത് പച്ചാളം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ ഇങ്ങനെ ഷെഡ് വെച്ചിട്ട് വഴി താമസിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ഞാൻ ആലോചിക്കും, അവരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഞാൻ എത്രയോ ടോപ്പിലാണ് താമസിക്കുന്നത്. ഞാൻ സമ്പന്നനാണ്. അങ്ങനെയാണ് ഞാൻ ചിന്തിച്ചിരുന്നത്. അതായത് നമ്മളെപ്പോഴും കമ്പാരിസൺ ചെയ്യേണ്ടത് നമ്മളുടെ താഴെ ഇരിക്കണവരെ. നമ്മളെപ്പോഴും സാധാരണ മനുഷ്യർ കമ്പാരിസൺ ചെയ്യണം നമ്മളുടെ മേലെ ഇരിക്കുന്ന ആൾക്കാരായിട്ട് കമ്പാരിസൺ ചെയ്യണം. ഞാൻ പറയും കണ്ടോ, നമ്മൾ എത്ര കാലം അവര് വീടൊക്കെ നല്ല സെറ്റപ്പാണ്, നമ്മൾ ഇപ്പോഴും ഇങ്ങനെയാണ്. നമ്മളിലും താഴെയുള്ള വീട്ടുകാരോട് കമ്പാരിസൺ അവര് നന്നായിട്ട് ചിലപ്പോ ജീവിക്കുന്നുണ്ടാവും. നമ്മൾ ടാറ്റ അംബാനിയോടും അല്ല, നമ്മൾ കാണുന്നത് വഴിവെക്കിൽ നിൽക്കുന്നവരായിരിക്കും. നമ്മളെക്കാൾ താഴ്ന്ന ആൾക്കാർ, അല്ലെങ്കിൽ നമ്മളെക്കാൾ താഴ്ന്ന ഗതിയിൽ ജീവിക്കുന്ന ആൾക്കാർ നമുക്കിപ്പോ പറ്റും. നമുക്കിപ്പോ സ്കൂട്ടർ ഉണ്ട്, എത്ര കാലമായിട്ടും നമുക്ക് ഈ സ്കൂട്ടർ ഒന്നും മാറി കാറാക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ ചിന്തിക്കരുത്. കാരണം നമ്മൾ ഈ സ്കൂട്ടറെങ്കിലും എനിക്ക് ഉണ്ടല്ലോ, അതിന് ഞാൻ അങ്ങേക്ക് നന്ദി പറയുമെന്ന് പറയുന്ന ഒരു മൈൻഡ് ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ കാറ് വരും. ഞാൻ പറഞ്ഞു നമുക്ക് ഇപ്പൊ അനുഭവിക്കണതിന് ഒന്നിനും തന്നെ നന്ദിയില്ല, എന്നിട്ട് കിട്ടാത്തതിനെല്ലാം ഇങ്ങനെ പരിഭവങ്ങളും നന്ദികേട്. അപ്പൊ നന്ദികേടുള്ള ഒരാൾക്ക് യൂണിവേഴ്സ് ഒന്നും തരൂല, ദൈവം ഒന്നും തരൂല, അല്ലെങ്കിൽ നമുക്ക് കണക്ട് ചെയ്യൂല. കാരണം ശരിയാണ്, നമ്മൾ എന്ത് ചെയ്താലും നമ്മൾ വർക്ക് ചെയ്യണം. നമ്മൾ പണിയെടുക്കാണ്ട് നമുക്ക് ഒന്നും തന്നെ അച്ചീവ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമ്മൾ എത്ര കഷ്ടപ്പെട്ടിട്ടും നമ്മളുടെ ആഗ്രഹങ്ങളിലോട്ട് നമുക്ക് എത്താൻ പറ്റാത്തതിന് ഈ നന്ദിയില്ലായ്മ ഒരു പ്രധാന ഘടകം തന്നെയാണ്. ഇപ്പം ഉള്ളതിന് നന്ദി പറഞ്ഞാലേ ഇല്ലാത്തത് കിട്ടുള്ളൂ, ഉള്ളതിന് നന്ദി പറയണം. അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ പഠിച്ചിട്ട് ഇതൊക്കെ ലൈഫിൽ ഞാൻ ആഡ് ചെയ്തിട്ടാണ് എൻ്റെ ലൈഫിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചേഞ്ചസ് വരാൻ തുടങ്ങിയത്. അപ്പം നമ്മളെപ്പോഴും കമ്പാരിസൺ എന്ന് പറയണത് മറ്റുള്ളവരായിട്ട് ചെയ്യുമ്പോൾ, നമ്മളെ താഴെയുള്ളവരായിട്ട് കമ്പാരിസൺ ചെയ്യുമ്പോൾ നമുക്ക് പലരും ബോണസാണ്. ഇപ്പൊ നമുക്ക് ഒരുപാട് അനുഭവം, നല്ലതായും ചീത്തയുമായ അനുഭവങ്ങളുണ്ട് അല്ലെ. അപ്പൊ നമ്മൾ പറയും അനുഭവമാണ് ഗുരു എന്ന് പറയും. അപ്പൊ നമ്മള് ചീത്ത അനുഭവങ്ങൾ തന്നവരെ മിക്കവാറും അവരെ നമ്മള് മനസ്സുകൊണ്ട് പ്രാകും. അത് നല്ല അനുഭവങ്ങളിൽ നമ്മളെ സഹായിക്കുന്നവരെ മാത്രമേ നമ്മൾ ഒരു നന്ദിയോട്, കുറച്ച് നല്ലതിലേക്ക് നമ്മൾ പോകുമ്പോ അവരെ കുറിച്ച് നമ്മൾ മറന്നുപോകും. അതായത് നമ്മൾ പറയില്ല, ഇൻസൾട്ടിങ് ആണ് ഏറ്റവും വലിയ അസറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഇൻസൾട്ടിങ് ചെയ്യണവര് എല്ലാം നമ്മളുടെ സക്സസിന് ഒരു കാരണക്കാരാണ്, നമ്മൾ വിജയത്തിലോട്ട് പോകാൻ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മളെ ഇൻസൾട്ട് ചെയ്തവരെയും നമ്മുടെ ശത്രുക്കളെയും ഏത് രീതിയിലുള്ള ആളെയും എല്ലാവർക്കും നമ്മൾ താങ്ക്സ് പറയാം. കാരണം എല്ലാത്തിനും നമുക്ക് പഠിക്കാനുണ്ടാവും. നമ്മളുടെ ഒരു അഹങ്കാരം പോണത് നമ്മൾ ഇൻസൾട്ടിങ് വരുമ്പോഴാണ്. ഇപ്പൊ ഞാൻ കഴിഞ്ഞകാല ജീവിതത്തിൽ ഞാൻ പറഞ്ഞില്ല, വർഷങ്ങൾക്ക് മുമ്പ് കടക്കണി വന്നതിന് മുമ്പ് ഞാൻ ഭയങ്കര അഹങ്കാരിയായിട്ടുള്ളൊരു ജീവിതം വന്നതുകൊണ്ട് തന്നെയാണ് എനിക്ക് കടബാധ്യത വന്നത്. അപ്പൊ ആ കടബാധ്യത വന്നപ്പോൾ എന്നെ കുറെ പേര് അസഭ്യം പറയും. അവരുടെ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ അവരങ്ങനെ പറയുന്ന രീതിയിലുള്ള ഇമോഷനിലോട്ട് ആയി, അതിന് ഞാനും കാരണക്കാരനാണ്. പക്ഷെ ഇന്ന് അതിലൂടെ കടന്നുപോയി ആ ഒരു കാര്യങ്ങളെല്ലാം അനുഭവിച്ചിട്ട് ഞാൻ പഠിച്ചു ഞാൻ എങ്ങനെയാണോ അല്ലേ. ഇന്നിപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊരു മേന്മയും ഭാവിക്കാനില്ല. ഞാനിപ്പോൾ ട്രെയിനറാണെങ്കിലും ബിസിനസ്മാൻ ആണെങ്കിലും എനിക്കൊരു മേന്മ എന്നെക്കുറിച്ച് ഭാവിക്കാനില്ല. എല്ലാം നമ്മൾ ഗിഫ്റ്റഡാണ്. അപ്പോൾ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് എൻ്റെ ലൈഫിൽ ഉടനീളമുണ്ട്. അതുപോലെ പല കാര്യങ്ങളും ഞാൻ ജീവിതത്തിൽ പാലിക്കണത് ഇന്നും ഞാൻ കീപ്പ് ചെയ്യണേ. കാരണം ഇന്ന് ബെന്നി എന്ന് പറയുന്ന ആള് സീറോയാണ്. നമ്മളെല്ലാം ഓരോ ഫിസിക്കൽ ബോഡികളാണ്. അപ്പോൾ എല്ലാ മനുഷ്യരിലും നന്മ കാണാനുള്ള ഒരു മൈൻഡ് ഉണ്ടെങ്കിൽ, നമ്മളിൽ നന്മ കാണാനുള്ള മൈൻഡ് ഉണ്ടെങ്കിൽ, നമ്മളുടെ കുറവുകൾ വെച്ചിട്ട് അല്ലെങ്കിൽ ഇല്ലാത്തത് വെച്ചിട്ട് നമുക്ക് പരിഭവം പറയാനുള്ള മൈൻഡ് ഉണ്ടാവില്ല. നമുക്ക് എല്ലാത്തിനും നന്ദി പറയുന്ന ഒരു ഹാബിറ്റ് ഉണ്ടാക്കിയാൽ നമ്മുടെ എനർജി ലെവലിൽ വൈബ് എല്ലാം വളരെ പോസിറ്റീവ് ആവും. അത് നമ്മുടെ ലൈഫിൽ വലിയ വിജയങ്ങൾ ഉണ്ടാക്കി തരും. ഇനിയിപ്പോൾ എന്തായാലും ഇതിനെക്കുറിച്ച് അറിയാനുണ്ടോ? ഇപ്പൊ നമ്മൾക്ക് നന്ദി, നമ്മള് ഈ ഭൂമിയോട് അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തോട് നന്ദി ആരോട് ഞാൻ ചൊല്ലേണ്ടു എന്ന് പറയുന്ന ഒരു വിഷയത്തെക്കുറിച്ച് നമ്മൾ വളരെ മനോഹരമായിട്ട് നമുക്കൊരു ക്ലാസ് തന്നിരിക്കുകയാണ് ബെന്നി സാറ്. ഇനിയും പുതിയ പുതിയ നല്ല നല്ല വീഡിയോയുമായി ഞങ്ങൾ വരുന്നതാവുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.